ലോക കിരീടത്തിലേക്ക് ഇനി ഇന്ത്യയുടെ കൗമാരപ്പടയ്ക്ക് വേണ്ടത് ഒരേ ഒരു ജയം എന്നുള്ളതാണ്. അപരാജിതരായി ഫൈനൽ വരെ എത്തി. ഇനി ഒറ്റ മത്സരം കൂടി ജയിച്ചാൽ ഇന്ത്യക്ക് 6ാം കിരീടം കിട്ടും എന്നുള്ളതാണ്. ഈ ഫുട്ബോളിൽ ബ്രസീലും ലോകകപ്പ് ചരിത്രത്തിൽ ബ്രസീലും ഇപ്പോൾ തന്നെ ക്രിക്കറ്റിൽ മെൻസ് ക്രിക്കറ്റിൽ ഓസ്ട്രേലിയയൊക്കെ തന്നെ ഒരു സമ്പൂർണ്ണ ആധിപത്യം പുലർത്താറുണ്ട്. അതുപോലെയാണ് ഈ അണ്ടർ-19 കാര്യത്തിലേക്ക് വരുമ്പോൾ ടീം ഇന്ത്യ എന്നുള്ളത്. ഒരു ഗോട്ട് ടീം എന്ന് വേണമെങ്കിൽ ഇന്ത്യയെ ഈ അണ്ടർ-19 കാര്യത്തിൽ വിശേഷിപ്പിക്കാം. ഇത് ഇന്ത്യക്ക് 10ാം ഫൈനലാണ്. 5 തവണ ജേതാക്കളായ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടിയത്. കഴിഞ്ഞ 6 എഡീഷനിൽ ഇതടക്കം 6 എഡീഷനിലും ഇന്ത്യ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യയെ മാറ്റി നിർത്തിക്കൊണ്ടൊരു അണ്ടർ-19 ലോകകപ്പ് ഫൈനൽ സാധ്യമല്ല എന്നുള്ളതാണ് സമീപകാലത്തെ ചരിത്രം. പക്ഷേ ഒന്നിടവിട്ട വർഷങ്ങളിൽ ഒരു ബൈനറി പോലെയൊക്കെ തന്നെയാണ് ഇന്ത്യയുടെ കിരീട വിജയങ്ങൾ. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ കൈവിട്ട കിരീടം ഇന്ത്യക്ക് ഇത്തവണ നേടാൻ സാധിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. അങ്ങനെ ഒരു ക്രിക്കറ്റിലും എല്ലൊക്കെ തന്നെ കുറച്ച് അന്ധവിശ്വാസങ്ങളുണ്ട് എന്ന് തന്നെ കരുതാം. അല്ലെങ്കിൽ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഇത്തവണത്തെ കിരീടം കിട്ടാം. അതിനപ്പുറം ഇന്ത്യയുടെ മികച്ച പ്രകടനം തന്നെയാണ് ഈ വലിയ പ്രതീക്ഷകൾക്ക് അടിസ്ഥാനം. കാരണം ടൂർണമെൻറ്റിൽ അത്ര കണ്ട് മികച്ചതാണ് ആയുഷ് മാത്രയുടെ ടീം എന്നുള്ളത്. ഒരു കിടിലൻ ബാറ്റിംഗ് നിര, അതിൽ അദ്ഭുത ബാലൻ 15 വയസ്സ് മാത്രമുള്ള 15ലേക്ക് കടക്കാനിരിക്കുന്ന വൈഭവ് സൂര്യവംശി, മലയാളി താരം ആരോൺ ജോർജ്, വിഹാൻ മൽഹോത്ര, ബിഗ്യാൻ കുണ്ടു അടക്കമുള്ള ഒരു വലിയ ബാറ്റിംഗ് നിര, ആഴത്തിലുള്ള ബാറ്റിംഗ് നിര തന്നെ ഇന്ത്യക്കുണ്ട്. ഹെനിൽ പട്ടേലിൻ്റെ നേതൃത്വത്തിലുള്ള ബൗളിംഗ് നിരയും കിടിലൻ തന്നെ. ഇംഗ്ലണ്ടും അപരാജിതരായിട്ടാണ് ഫൈനലിലേക്ക് മുന്നേറിയത്. പ്രത്യേകിച്ച് സെമി ഫൈനലിൽ നിലവിലെ ജേതാക്കളായ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചു എന്നുള്ളത് അവർക്ക് വലിയ ആത്മവിശ്വാസം നൽകും. കഴിഞ്ഞ തവണത്തെ ഫൈനലിസ്റ്റുകളായ ഇന്ത്യയെ കൂടി വീഴ്ത്താമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ 1988 ശേഷം അവർക്ക് ലോക കിരീടം നേടാനായിട്ടില്ല. നേരത്തെ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ചായിരുന്നു ആ കിരീടം. അപ്പോൾ അത് 2ാം കിരീടമാണ് ഇംഗ്ലണ്ടിൻ്റെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഹരാരെ സ്പോർട്സ് ക്ലബ്ബിലാണ് മത്സരം. കഴിഞ്ഞ മത്സരം ഇവിടെ വെച്ചാണ്. അവിടെയാണ് ഇന്ത്യ റെക്കോർഡ് സ്കോർ ചേസ് ചെയ്തുകൊണ്ട് അഫ്ഗാനിസ്ഥാനെതിരെ സെമി ഫൈനൽ ജയിച്ചത്. അപ്പോൾ ഇന്ത്യ ആ വലിയൊരു ആത്മവിശ്വാസത്തിൽ ഇന്ത്യയും ഇറങ്ങുന്നു. എന്തായാലും ഒരു ഉശിരൻ പോരാട്ടം തന്നെ നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കാം.